സസ്യങ്ങൾ രാത്രിയിൽ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശം. മാംസ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന കോശാംഗം റൈബോസോം. മാംസ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ന്യൂക്ലിക് ആസിഡ് RNA. DNA കണ്ടുപിടിച്ചത് ഫ്രെഡറിക് മിഷർ. DNA-യുടെ ഘടന കണ്ടുപിടിച്ചത് വാട്സണും ക്രിക്കും 1953. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. മരച്ചീനിക്ക് കയ്പുണ്ടാകാൻ കാരണമായ രാസവസ്തു ഹൈഡ്രോസയാനിക് ആസിഡ്. ഇലയുടെ പുറമേയുള്ള മെഴുകുപോലുള്ള ആവരണം ക്യൂട്ടിക്കിൾ. ഇലകളുടെ അരികിലുള്ള ജലരന്ധ്രങ്ങൾ വഴി ജലം തുള്ളിയായി നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഗട്ടേഷൻ അഥവാ ബിന്ദുസ്രാവം. പൂർണ്ണ പരാഗ സസ്യങ്ങൾക്കുദാഹരണം മൂടില്ലാത്താളി റഫ്ലേഷ്യ. അർത്ഥപരാഗ സസ്യത്തിന് ഉദാഹരണം ഇത്തിൾ. വാസത്തിന് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ എപ്പിഫൈറ്റുകൾ. ഉദാഹരണം മരവാഴ. അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള വേരുള്ള സസ്യം മരവാഴ. താങ്ങുവേരുള്ള സസ്യം അരയാൽ. നാലുവേര് പടലമുള്ള സസ്യങ്ങൾ കമുക്, തെങ്ങ്, നെല്ല്, മുള. ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ സാൽമോണല്ല. കടലിലെ എണ്ണപ്പാട നീക്കാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗ്. ജനിതക പരീക്ഷണങ്ങൾ കൂടുതൽ നടന്നിട്ടുള്ള ബാക്ടീരിയ ഈ കോളി. സസ്യ വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആക്സിൻ. പുഷ്പിക്കൽ, കാണ്ഡത്തിന്റെ ദീർഘിക്കൽ എന്നിവയ്ക്ക് സഹായിക്കുന്നത് ഗിബെർലിനുകൾ. വേരുകളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന സസ്യ ഹോർമോൺ സൈറ്റോകിനിൻ. പുഷ്പിക്കലിന് സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ. പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എഥിലിൻ. റബ്ബർ പാൽ ഉൽപാദനം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ എഥഫോൺ. ഭൂഖണ്ഡങ്ങൾക്കുദാഹരണം ചേന, ചേമ്പ്, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്. ആഹാരമായി ഉപയോഗിക്കുന്ന പുഷ്പം കോളിഫ്ലവർ. പുകയിലയിലെ മൊസൈക് രോഗത്തിന് കാരണം വൈറസ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. തണലിൽ വളരുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്നത് സിയോഫൈറ്റുകൾ. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്നത് സീറോഫൈറ്റുകൾ. ജലത്തിൽ വളരുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്നത് ഹൈഡ്രോഫൈറ്റുകൾ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്നത് ഹാലോഫൈറ്റുകൾ.
പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്നത് ഹീലിയോഫൈറ്റുകൾ. അമ്ലഗുണമുള്ള മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ ഓക്സാലോഫൈറ്റുകൾ. മിതോഷ്ണ മേഖലയിൽ വളരുന്ന സസ്യങ്ങൾ മീസോഫൈറ്റുകൾ. ഇലയില്ലാത്ത സസ്യം മൂടില്ലാത്താളി. സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശാംഗം ജൈവകണം. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള ജൈവകണം ഹരിതകണം. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഹരിതകം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഹരിതകം, സൂര്യപ്രകാശം, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണ തോത് ഏറ്റവും കൂടുതൽ ഏത് പ്രകാശത്തിൽ? ചുവന്ന പ്രകാശത്തിൽ.